മുന്നറിയിപ്പുകൾ ഒരുപാടുണ്ട്. പോലീസുകാർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പറ്റിയുള്ള അവയർനെസ് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഡെയിലി കാണുന്ന റീൽസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ആരെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഇതെന്തോ എനിക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോരുത്. അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും കൺസൾട്ടൻറ്റുമാർ അല്ലെങ്കിൽ ഫൈനാൻസ് നാട്ടിൽ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ഇൻഫർമേഷനായിട്ട് പറയാറുണ്ട്, മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. പല ആൾക്കാർക്കും അത് ഒരു തമാശ രൂപത്തിൽ കേൾക്കുന്ന രൂപത്തിൽ മാറിപ്പോവാറുമുണ്ട്. നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മളറിയാതെ പല തട്ടിപ്പുകളിലും പോയിട്ട് തലയിടുന്നുമുണ്ട്. എൻ്റെ സുഹൃത്തിനും ഒരു തട്ടിപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ന് 56,400 രൂപയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് പവൻ സ്വർണം നമ്മളെ നാട്ടിൽ നിന്ന് തളിപ്പറമ്പ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ശ്രീകണ്ഠാപുരം ഇരിക്കൂർ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു 40 കോടി രൂപക്ക് അടുത്തുള്ള സ്വർണം എന്ത് പോയിട്ടുണ്ട്, തട്ടിപ്പിലൂടെ പോയിട്ടുണ്ടെന്നാണ് മീഡിയാസിലൂടെ അറിയാൻ പറ്റിയത്. നമ്മൾ എന്തുകൊണ്ടാണ് ആരെങ്കിലും വന്നിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പലിശരഹിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പോയിട്ട് എന്തിനാണ് തലയിടുന്നത്? നമുക്ക് വ്യവസ്ഥാപിതമായ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പണം സ്വരൂപിക്കാൻ. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പണം നിക്ഷേപിച്ച് നമുക്ക് എന്തെങ്കിലും അതിന് വർധനവ് ഉണ്ടാക്കാനൊക്കെ വ്യവസ്ഥാപിതമായിട്ട് എല്ലാ റെഗുലേഷനും കാര്യങ്ങളൊക്കെ പാലിച്ചു പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ആരെങ്കിലും വന്നിട്ട് പലിശരഹിത വായ്പ അല്ലെങ്കിൽ സ്വർണം നിക്ഷേപിച്ചാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരവില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തിനും ഇതേ തട്ടിപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളി ബാങ്കിൽ കാർഷിക പണയത്തിന് വെച്ച സ്വർണ്ണമാണ്. പലിശരഹിതം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒഴിവാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വർണ്ണം എടുത്തു. പുള്ളി സ്വർണം കൊടുക്കുന്ന സമയത്ത് 45,000 രൂപയായിരുന്നു സ്വർണത്തിനൊരു പവന് വില. അന്ന് ഇദ്ദേഹത്തിന് 32,000 രൂപയാണ് പവന് കൊടുത്തിരുന്നത്. ഈ 32,000 കൊടുത്തു. ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയി സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് സ്വർണ്ണമില്ല. പക്ഷേ ഇന്ന് സ്വർണത്തിൻ്റെ വില 56,400 അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആസ്തിയിൽ ഒരുപാട് ഇടിവ് വരുത്തുന്ന കാര്യങ്ങളാണ് ഈ നിക്ഷേപ തട്ടിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകളിലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു മൊബൈൽ ആപ്പ് തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളർന്നു കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോയിരുന്ന് മറ്റൊരാളെ സപ്പോർട്ടിൽ ചെയ്യേണ്ടതാണ്. ഇന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനുള്ള ആപ്പ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാത്തിലും അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഇങ്ങനെ ബൂം ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ മിനിമം റിട്ടേൺ എന്തായാലും ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരികയും അത് ആരെങ്കിലും വന്ന് പറയുമ്പം മറ്റുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫൈനാൻസ് മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യണം, പോലീസ് കേസ് കൊടുക്കണോ, കോടതിയിൽ പോകണോ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പണം തട്ടിക്കപ്പെട്ട് കഴിഞ്ഞ കേസിൽ പലപ്പോഴും ഇത് തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പം നടന്ന തട്ടിപ്പ് സ്വർണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്കിലൊക്കെയുള്ള സ്വർണം നിങ്ങൾ ഇങ്ങേക്ക് തന്നേക്ക്, നിങ്ങൾക്ക് ഇത്ര രൂപ തരാം, പലിശയൊന്നുമില്ല, നിങ്ങൾ ആ പൈസ തിരിച്ചടച്ചു കഴിഞ്ഞാൽ സ്വർണം തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ സ്വർണം മേടിച്ചു കൊണ്ടുപോകുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ഈ സ്വർണം കിട്ടിയപാട് അത് ഉരുക്കുക എന്നുള്ള പരിപാടിയായിരിക്കും ചെയ്യുക. ഈ കേസിൽ എന്താണ് അൾട്ടിമേറ്റ്ലി സംഭവിച്ചതെന്ന് അറിയില്ല. എന്നാലും ഉരുക്കിയിട്ട് അവരതിൻ്റെ രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പണയം കൊടുത്ത രൂപത്തിൽ ഈ സ്വർണം തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് പടച്ചോനറിയാം. ഒരുപാട് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുകൾ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു അധ്വാനവും ഇല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടണം, അത് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാലും നിങ്ങളതെന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിന് ഒരുറപ്പുമില്ലാത്ത കാലമാണ്. നിങ്ങൾക്കറിയാലോ, എന്ത് കാര്യം പറഞ്ഞാലും നാളെ എന്ത് സംഭവിക്കും നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാലത്തെ ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസിൽ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ ഇന്നാലിന്ന രീതിയിലൊക്കെ റിട്ടേൺ കിട്ടാമെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, പറയാൻ വേണ്ടി പറ്റൂ. നിങ്ങളോട് സംസാരിച്ച ഒരാൾ നാളെ നാട്ടിലുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അയാൾ മുങ്ങിയിട്ട് പോവാം. നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത ആൾക്കാർ ചിലപ്പോൾ നാളെ ഉണ്ടാവണമെന്നില്ല, മരണപ്പെടാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം നമ്മൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇത്ര കിട്ടും, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിട്ടുമെന്ന് ഉറപ്പ് പറയാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ആൾക്കാരുടെ വിശ്വാസം ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വേഗം പോയിട്ട് എന്ത് ചെയ്യുക, അങ്ങ് കൊടുക്കുക. നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അതിനെപ്പറ്റിയിട്ട് ദുഃഖിക്കുക, അതിൻ്റെ പുറകെ നടക്കുക.
അപ്പം നിക്ഷേപിക്കുന്നതിന് മുമ്പ് മാത്രമേ നമുക്ക് അന്വേഷിക്കാൻ എന്തുള്ളൂ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനെ പറ്റി പഠിക്കുക. എല്ലാം പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഫൈനാൻസ് എക്സ്പേർട്സ് ഉണ്ട്. അവരെ പോയി കാണുക, കാര്യങ്ങൾ സംസാരിക്കുക. തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി, അതിനകത്ത് എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവർക്കത് ചൂണ്ടിക്കാണിച്ച് തരാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ മാക്സിമം അത് നമ്മൾ മുതലാക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ആരെങ്കിലും ഒരു ഓഫർ ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തട്ടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള സംഭവത്തിൽ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നല്ല നിലക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അനാവശ്യമായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് മണി ചെയിൻ തട്ടിപ്പുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ കേട്ടപ്പം എൻ്റെ ഒരു സുഹൃത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് പറയുന്നത്. മുന്നറിയിപ്പുകൾ ഒരുപാടുണ്ട്. പോലീസുകാർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പറ്റിയുള്ള അവയർനെസ് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഡെയിലി കാണുന്ന റീൽസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ആരെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഇതെന്തോ എനിക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും കൺസൾട്ടൻറ്റുമാർ, അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പോയി ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇങ്ങനെ ഇന്ന പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മളൊന്നും അറിയാത്ത രീതിയിൽ പോയി പണം അതിനകത്ത് കൊണ്ടിട്ടിട്ട് നാളെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലും ഭേദം കൊണ്ടിടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു റിസ്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഇഷ്ടം പോലെ ഈ തട്ടിപ്പല്ല കേട്ടോ, വേറെയും 3-4 തട്ടിപ്പ് ഇപ്പോഴും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിൻ്റേതായ കോൺസിക്വൻസ്, അതിൻ്റെ പുറകെ നടക്കലൊക്കെ ആയിട്ട് തലവേദനയുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യാം, ആവർത്തിച്ച് പറഞ്ഞുതരാം.